ഈ ഓണത്തിനും ഇങ്ങനെ സന്തോഷത്തോടു കൂടി കടന്നു പോകുമ്പോൾ ഓരോ ഓണക്കാഴ്ചകളും നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ്. അത് ഓരോ ജില്ലകളിൽ നിന്നുള്ള ഓരോ വ്യത്യസ്തമായ കാഴ്ചകൾ ഇങ്ങനെ വരുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഓണാഘോഷത്തിനൊപ്പം പ്രാധാന്യമുള്ള കാര്യമാണ് പാലക്കാട് പല്ലശ്ശനയിലെ ഓണത്തല്ല്. നാട്ടുരാജാവിനെ ചതിച്ചു കൊന്ന അയൽ രാജാവിനെതിരെ പട നയിച്ചതിന്റെ ഓർമ്മയാണ് പല്ലശ്ശന തല്ല് എന്നാണ് വിശ്വാസം. തല്ലെന്ന് പറഞ്ഞാൽ ചുമ്മാ തട്ടലും മുട്ടലുമല്ല, നല്ല ഒന്നാന്തരം തല്ലാണ്. പല്ലശ്ശനയിൽ നിന്നും അജിത് പാപ്പു തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. പിന്നിലുള്ള ആൾക്കൂട്ടം കണ്ടില്ലേ? വലിയ രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പാലക്കാടുകാരുടെ പല്ലശ്ശന തല്ല് ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ രണ്ട് കുടികളിൽ നിന്നായ ഒരു കുടി 7 കുടിയിൽ നിന്നുള്ള ആളുകളെല്ലാം എത്തി ഇത്തരത്തിൽ പല്ലശ്ശന തല്ല് ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ ആദ്യം തന്നെ ഈ തല്ലിന്റെ ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറം നാട്ടുകാരോട് ഉൾപ്പെടെ നമുക്ക് ചോദിക്കാം. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം കൂടിയായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഓർമ്മയാണ്, ചരിത്രത്തിൽ നിന്നുള്ള ഓർമ്മയാണ്. ഇപ്പോൾ തല്ല് കൊടുക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് കാണുന്നത്. നിങ്ങളെ സംബന്ധിച്ച് എത്ര പ്രധാനപ്പെട്ട ഒരു എല്ലാ വർഷവും നന്നായി തല്ല് എപ്പോഴും കൊല്ലം നടക്കുന്നതാണ്. എല്ലാ ആളുകളും പല സ്ഥലത്തു നിന്ന് കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. നല്ല ശക്തിയിലുള്ള തല്ലാണ്, നല്ല അടിയാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങളുടെ ഈ നാട്ടുരാജാവിനെ ചതിച്ചു കൊന്ന അയൽ രാജാവിന്റെ അതിന്റെ ഓർമ്മയാണ്, അതിന്റെ അത്തരത്തിലുള്ളൊരു സങ്കല്പമാണ് ഈ പല്ലശ്ശന തല്ലിന്റെ പ്രധാന കാരണമുള്ളത്. നല്ല അടിയല്ലേ? തോലൊക്കെ പോവും, തോല് ചോരയൊക്കെ വരും. നമ്മുടെ ഒരു അടി വേറെ തല്ലുമത്ത അടിയാണ്. പല്ലശ്ശന പഞ്ചായത്തിലുള്ള തല്ലുമന്നം പഞ്ചായത്താണ് ഇവിടെ നടക്കുന്നത്. അതൊരു അടി പറഞ്ഞല്ലേ, ഒന്നൊന്നര അടിയാണ് തീർച്ചയായും. പക്ഷെ വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മൾ ചടങ്ങാണ്, വേറെ ഒന്നുമില്ല. ഇപ്പൊ എല്ലാ വർഷവും മുടങ്ങാതെ വന്ന് കാണാറുണ്ട്. അതെ അതെ, എല്ലാ വർഷവും ഞങ്ങൾ വരും, മുടങ്ങാതെ തന്നെ വരും. ഞങ്ങൾ ഇവിടെ വീട് അടുത്ത് തന്നെയാണ്, ഞങ്ങൾ പാലക്കാട് താമസം, പക്ഷേ ഇവിടെ വരും. നമുക്ക് കണ്ണെത്ത ദൂരത്ത് അവിടെ വരെ അങ്ങനെ ചുറ്റും ആളുകൾ ഇങ്ങനെ ഇത് കാണാൻ നിൽക്കുകയാണ്. ഈ അടിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. അടി എന്ന് പറഞ്ഞാൽ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നൊന്നര അടിയാണ്. ആ അടി കിട്ടിയ ഇരുപ്പതാണ്. അപ്പോൾ അത്തരത്തിൽ ഏതാണെങ്കിലും പല്ലശ്ശന തല്ലിന്റെ ദൃശ്യങ്ങളാണ്. നമുക്കിനി അല്പനേരം ആ ദൃശ്യങ്ങൾ കാണാം. ഇത് നോക്കൂ, തല്ല് ഇപ്പൊ കിട്ടിയൊരു തല്ലിന്റെ പാടാണ്. ഇത് നമ്മൾ എന്താ തല്ലുക എന്ന് പറഞ്ഞാൽ കിട്ടിയവർക്കല്ലേ വിഷമമുള്ളൂ. ഇത് പാലക്കാടിന്റെ അംബരീഷ് ഭായി പറയൂ, എങ്ങനെയാണ് തല്ല്? ഞാൻ ഇപ്പൊ തല്ല് കിട്ടിയിട്ട് ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു, കിട്ടുകയും ചെയ്തു, പറഞ്ഞതാണ് എന്റെ കഥ. എന്താ അടി കണ്ടു ഇവിടെ അടുത്തടി 5 പേരിലും 15 ഉണ്ടാവും. ബ്ലഡ് വരെ തെറിക്കും, അത്ര ശക്തിയാണ് ഞങ്ങൾ അടിക്കുക. ഇത് ചരിത്രപരമായി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു നാട്ടുരാജാവ് ഉണ്ടായിരുന്നു. നാട്ടുരാജാവിനെ ചതിയിൽ അയൽ രാജ്യത്തെ രാജാവ് കൊല്ലുകയുണ്ടായി. ഇതിനെതിരെ ഞങ്ങൾ അന്നത്തെ നാട്ടുകാരെല്ലാവരും കൂടി പ്രതിഷേധിച്ച് യുദ്ധത്തിന് ഇറങ്ങുമായിരുന്നു. അതിന്റെ ഒരു ചരിത്ര സ്മരണയാണ് എല്ലാ വർഷവും ഈ പല്ലശ്ശനക്കാർ ഇങ്ങനെ ഓണത്തല്ലുമായിട്ട് ഇറങ്ങുന്നത്. അടിയുടെ ദൃശ്യങ്ങളാണ് ഇനി കാണുന്നത്. ഇത് ഭയങ്കര ആചാരപ്രകാരമൊക്കെയാണ് ഇവർ കൃത്യമായി നടപ്പിലാക്കുന്നത്. കുളിച്ച് ഭസ്മം അണിഞ്ഞ് ഭക്ഷണം കഴിച്ച് 4 കൂട്ടി മുറുക്കി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങും. ഒരു യുദ്ധത്തിന്റെ യുദ്ധം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. അത്തരത്തിലാണ് അതിനുശേഷമാണ് ഇവിടെ ഈ തല്ലിലേക്ക് എത്തുന്നത്. അവരെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു സങ്കല്പത്തിന്റെ തുടർച്ച കൂടിയാണ് ഇത്. അത്തരത്തിൽ അത് ഇപ്പോൾ ഇവരുടെ നാടിന്റെ ഒരു അടയാളം കൂടിയായി, പല്ലശ്ശനക്കാരുടെ നാടിന്റെ അടയാളം കൂടിയായി പല്ലശ്ശന തല്ല് മാറിയിട്ടുണ്ട്. പല്ലശ്ശന തല്ലിന്റെ പവർ അത് നല്ല പവർ തന്നെയാണ്. ഏതാണെങ്കിലും ചരിത്രപരമായ ആ ഓർമ്മപ്പെടുത്തൽ അവർ തുടരുകയാണ്. എല്ലാ വർഷവും ഇതേ ദിവസം ഈ നാട്ടിലെ പല ഭാഗത്തുള്ള ആളുകൾ ഓണത്തിന്റെ ആഘോഷത്തിന് ശേഷം ഇവിടേക്ക് എത്തും. അത്തരത്തിലുള്ള ആഘോഷമാണ് തുടരുന്നത്. ക്യാമറമാൻ രമേശ് റാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.